ഹെലേന രാജ്ഞിയുടെ നേതൃത്വത്തിൽ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ കുരിശ് കണ്ടെത്തിയതും തിരുക്കല്ലറയുടെയും കാൽവരിയുടെയും സ്ഥാനങ്ങളിൽ ചരിത്ര പ്രാധാന്യമേറിയ ദേവാലയങ്ങൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണിതുയർത്തിയതും ശത്രുക്കൾ പിടിച്ചടക്കിയ ക്രിസ്തുവിന്റെ കുരിശ് ഹെരാക്ലിയൂസ് ചക്രവർത്തി വീണ്ടെടുത്തതുമാണ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ അനുസ്മരിക്കുന്ന സുപ്രധാന സംഭവങ്ങൾ. കുരിശടയാളത്തിന്റെ ശക്തി ദർശനത്തിലൂടെ മനസ്സിലാക്കിയ വിജാതീയനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കുരിശിന്റെ ശക്തിയാൽ യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചക്രവർത്തിയും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ അമ്മ ഹെലേന രാജ്ഞി ജെറുസലേമിലേക്ക് പോയി നീണ്ട ഗവേഷണങ്ങൾക്കും അത്ഭുത സ്ഥിരീകരണങ്ങൾക്കും ശേഷം ക്രിസ്തുവിന്റെ യഥാർത്ഥ കുരിശ് കണ്ടെത്തുകയും ചക്രവർത്തി പ്രസ്തുത സ്ഥാനത്ത് ദേവാലയങ്ങൾ പണി കഴിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ പേർഷ്യൻ രാജാവായിരുന്ന കോസ്റോസ് 614 ജെറുസലേം പിടിച്ചടക്കുകയും വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് കൈവശപ്പെടുത്തുകയും ചെയ്തു. തദവസരത്തിൽ ഹെരാക്ലിയൂസ് ചക്രവർത്തി 629 സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശ് വീണ്ടെടുത്ത് ജെറുസലേമിൽ പുനഃസ്ഥാപിക്കുകയും അന്നുമുതൽ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിക്കുന്ന പതിവ് സഭയിൽ നിലവിൽ വരികയുമായിരുന്നു.